വിശദാംശങ്ങളിലേക്ക് ശശി തരൂരിനെ നിർണായക പദവിയിലേക്ക് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നതായി വിവരം. കേരളത്തിലും കേന്ദ്രത്തിലും പ്രധാനപ്പെട്ട ചുമതലകൾ നൽകിയേക്കും. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ഹൈക്കമാൻഡിന്റെ നിർണായക കൂടിക്കാഴ്ച ഇന്ന് ഡൽഹിയിൽ നടക്കും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി വൈകുന്നേരം 4 മണിക്കാണ് കൂടിക്കാഴ്ച. തുടർച്ചയായി പ്രതിപക്ഷത്ത് ഒതുങ്ങേണ്ടി വന്ന കോൺഗ്രസിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരികെയെത്താൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. സംസ്ഥാന നേതൃത്വത്തിനിടയിൽ ഉടലെടുത്ത അഭിപ്രായ ഭിന്നതകളും അധികാര തർക്കവും വിജയസാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡിന്റെ അടിയന്തര ഇടപെടൽ. KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർക്ക് പുറമെ മുൻ പ്രതിപക്ഷ നേതാവിനും മുൻ KPCC അധ്യക്ഷന്മാർക്കും കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണമുണ്ട്. അതേസമയം മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരിട്ട് ഡൽഹിയിലെത്തുന്നതിന് പകരം കോൺഗ്രസ് അധ്യക്ഷന് പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച വിശദമായ കത്ത് കൈമാറിയതായാണ് സൂചന. ദേശീയ നേതൃത്വവുമായി നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി KPCC അധ്യക്ഷനെ മാറ്റിയേക്കുമെന്ന പ്രചാരണം നടത്തിയതിൽ ചില മുതിർന്ന നേതാക്കൾക്കും പങ്കുള്ളതായാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. AK ആന്റണി, വയലാട് രവി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തലപ്പത്ത് നേതൃമാറ്റം വേണ്ടെന്ന നിലപാട് സോണിയാഗാന്ധിയെ ഫോണിൽ വിളിച്ച് അറിയിച്ചതായാണ് വിവരം. അതേസമയം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടും ഇന്ന് ചർച്ചയാകുമെന്നാണ് വിവരം. അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമ്പൂർണ്ണ അഴിച്ചുപണി വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ തലപ്പത്തെ അഴിച്ചുപണിക്ക് മുതിർന്നാൽ സാമുദായിക സമവാക്യങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം അവഗണിക്കുകയാണെന്ന പരസ്യ നിലപാടുമായി രംഗത്തെത്തിയ ശശി തരൂരിനെ അനുനയ നീക്കങ്ങളുടെ ഭാഗമായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കൂടുതൽ ചുമതലകൾ നൽകുന്ന കാര്യവും ഹൈക്കമാൻഡ് പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഇന്നലെ തരൂരിന്റെ ചില വിശദീകരണങ്ങൾ കേട്ടപ്പോൾ കുറച്ചുകൂടി ഹൈക്കമാൻഡുമായി കോൺഗ്രസ് നേതൃത്വവുമായി മയപ്പെടുന്നതിന്റെ സൂചന ഉണ്ടായിരുന്നു. കാരണം താൻ പറയാത്ത കാര്യങ്ങളാണ് ഇന്ത്യൻ എക്സ്പ്രസിലൂടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് എന്ന് പോഡ്കാസ്റ്റ് പുറത്തു വന്നപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി എന്ന കാര്യത്തിലും ഇതൊക്കെ ഒരു അനുനയത്തിന്റെ സൂചനകളാണോ? അങ്ങനെ തന്നെ കരുതേണ്ടി വരും. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് 10 ദിവസം മുമ്പാണ് ഇന്ത്യൻ എക്സ്പ്രസിന് ഈ അഭിമുഖം അനുവദിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് പിന്നീട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം തവണ ഈ ഇന്ത്യൻ എക്സ്പ്രസിൽ കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹത്തിന്റെ ലേഖനം നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ലേഖനം പ്രസിദ്ധീകരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയ കോൺഗ്രസ് നേതാക്കൾ, ദേശീയ നേതാക്കളും സംസ്ഥാനത്തെ നേതാക്കളും കരുതലോടെ മാത്രമായിരുന്നു പ്രതികരിച്ചത്. ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും അവർ തയ്യാറായുമില്ല. അതായത് തരൂർ വിവാദങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ശശി തരൂർ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ അച്ചടിച്ചു വന്ന ലേഖനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എക്സിൽ പോസ്റ്റിടുന്നത്. അദ്ദേഹം അതിൽ വ്യക്തമാക്കുന്നത് താൻ ഉദ്ദേശിക്കാത്ത കാര്യമാണ്. അതായത് തനിക്ക് മുമ്പിൽ മറ്റ് വഴികളുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, മറ്റ് കാര്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. ആ ഒരു വാചകം തർജ്ജമ ചെയ്തതിൽ ഉണ്ടായ പിശക് മൂലം വലിയ വിവാദങ്ങളാണ് 3 ദിവസം അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. പാർട്ടിയിലെ നേതാക്കൾക്ക് വരെ അതിൽ ആശയക്കുഴപ്പമുണ്ടായി എന്ന തരത്തിൽ ഈ ലേഖനത്തിലെ പരാമർശങ്ങൾ താൻ ഉദ്ദേശിക്കാത്ത രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് എന്ന വിമർശനമാണ് ഉന്നയിച്ചത്. ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ ഇന്നലെ അതിൽ വിശദീകരണവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും മഞ്ഞുരുക്കലിന്റെ ഒരു നീക്കം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതിനിടയിലാണ് തരൂർ വിവാദത്തിൽ ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുന്നത്. അവിടെയാണ് ദേശീയ തലത്തിൽ ശശി തരൂരിനെ നിർണായകമായ ഒരു പദവിയിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം പരിഗണിക്കും എന്ന ഒരു സൂചന കൂടി പുറത്തേക്ക് വരുന്നത്. അത് മറ്റ് ഘടകകക്ഷി നേതാക്കളുമായി ഉൾപ്പെടെ കൂടിയാലോചിച്ച ശേഷമായിരിക്കും അന്തിമമായൊരു തീരുമാനം ആ വിഷയത്തിൽ ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ശശി തരൂർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കോൺഗ്രസിന്റെ ദേശീയ നിരയിൽ പ്രവർത്തക സമിതി അംഗം എന്നതിന് അപ്പുറത്തേക്ക് നിർണായകമായ ഇടപെടലുകൾ നടത്തുന്നത് കാണാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങനെയല്ല. സജീവമായി പാർലമെന്റിലെ ചർച്ചകളിലടക്കം തരൂർ പങ്കെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ആ കാര്യങ്ങളിലടക്കം വ്യക്തമായ ഒരു ചിത്രം ഇന്ന് തെളിയും. അതോടൊപ്പം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDFന് അധികാരത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്നൊരു സാധ്യതയാണ്, രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പക്ഷേ
നേതാക്കൾ തമ്മിലുള്ള അധികാര തർക്കം അത് ഈ ജയസാധ്യതകളെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നൊരു വിലയിരുത്തൽ കൂടി ഉള്ളതുകൊണ്ടാണ് കൂടിയാലോചനകളുടെ ഭാഗമായി അഭിപ്രായ ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണമെന്ന സന്ദേശം നൽകിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് AICC ആസ്ഥാനത്ത് നിർണായകമായ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു.